السلام عليكم ورحمة الله. കുത്തുബി 13. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. പേരിന്റെ ഇബാറത്ത് فإن قلت لا حاجة فيه إلى هذا التقسيم بل يكفي أن يقال العلم ينقسم إلى ضروري ونظري إلى آخر المقدمات. فإن قلت നീ ചോദിച്ചാൽ لا حاجة فيه ഇവിടെ ആവശ്യമില്ല ഇലാ ഹാദ തഖ്സീമി മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇവിടെ തഖ്സീമാക്കിയല്ലേ ഇൽമിനെ തസവുറിലേക്കും തസ്ദീഖിലേക്കും തഖ്സീമാക്കിയില്ലേ ആ പറയപ്പെട്ട തഖ്സീമിലേക്ക് ഇവിടെ ആവശ്യമില്ല. പിന്നെയോ ബൽ യക്ഫി എങ്കിലും മതിയാകുമായിരുന്നു എന്ത് അൻ യുഖാല പറയപ്പെടുക. എങ്ങനെ പറയപ്പെടുക? അൽ ഇൽമു യൻഖസിമു ഇലാ ദറൂരിയും വ നദിരിയും. ഇൽമു എന്ന് പറഞ്ഞാൽ ദറൂരിയിലേക്കും നദിരിയിലേക്കും അത് ഇനമായി തീരും. ഇലാ ആഖിരി മുഖദ്ദിമകളുടെ അവസാനം വരെ. അവ ചുരുക്കി പറഞ്ഞാൽ ഇൽമാകുന്നത് ദറൂരിയിലേക്കും നദിരിയിലേക്കും അംശയമാകുമെന്ന് പറഞ്ഞ് മാത്രം നിർത്തിയാൽ മതിയായിരുന്നു എന്നല്ലാതെ അതായത് ഇൽമിനെ തസവൂരിലേക്കും തസ്ദീഖിലേക്കും അവിടെ തഖ്സീമാക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? അതായത് ഇപ്പൊ ഇൽമിനൊപ്പം തസവൂറിലേക്കും തസ്ദീഖിലേക്കും അംശയമാക്കിയാൽ വീണ്ടും അവിടെ പിന്നെ നദിരിയിലേക്കും ദറൂരിയിലേക്കും തഖ്സീമാക്കൽ വരികയാണ്. അപ്പൊ രണ്ടാമതോ തഖ്സീമും കൂടി അവിടെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഒരൊറ്റ തഖ്സീമ കൊണ്ട് അവിടെ മതിയാക്കിയ കാര്യം നടക്കും. ഏത്? ഇൽമു എന്ന് പറഞ്ഞാൽ ദറൂരിയുണ്ട് പിന്നെ നദിരിയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. പിന്നെപ്പോ ഏതൊരാൾക്കും അറിയുന്ന ആള് ഇൽമു എന്ന് പറഞ്ഞാൽ അതിൽ തസവൂറുണ്ടാവും തസ്ദീഖും ഉണ്ടാവും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഈ ദറൂരിയിലേക്കും നദിരിയിലേക്കും തഖ്സീമാക്കിയിട്ട് നിർത്തിയാൽ മതിയായിരുന്നു. ഇതാണ് ചോദ്യം. എന്നാ കുൽത്തു അതിന് മറുപടി പറയും, ഞാൻ പറയുന്നു. അത് മഖ്സൂദ് ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചത് ബയാനുൽ ഹാജത്തി ഇലാ ഇൽമിൽ മന്തിഖി ബി ഖിസ്മൈഹി, അതായത് മന്തിഖിന്റെ ഇൽമിലേക്ക് ആവശ്യമാവുക എന്നുള്ളതിനെ ബയാൻ ചെയ്യലാണ് ബി ഖിസ്മൈഹി, അതിന്റെ രണ്ട് കിസ്മുകളോട് കൂടെ എന്ത് ചെയ്യാം? ബയാൻ ചെയ്യാം. മന്തിഖിന്റെ ഇൽമിനെ അതിന്റെ രണ്ട് കിസ്മുകളോട് കൂടെ കിസ്മുകളെ കൊണ്ട് എന്ത് ചെയ്യാം? ബയാൻ ചെയ്യാം. അതാണ്. അതേതാ രണ്ട് കിസ്മു എന്ന് പറഞ്ഞാൽ അതിന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മൂസില തസവുരി തസവുറിലേക്ക് ചേർക്കുന്ന ഒന്നും മൂസില തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്നും. ഒന്ന് തസവുറിലേക്കാണ് ചേർക്കുക, ഒന്ന് ഏതാണ്? തസ്ദീഖിലേക്കാണ് ചേർക്കുക. അപ്പൊ ആ ചേർക്കുന്ന രണ്ട് കിസ്മിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? മന്തിഖിന്റെ ഇൽമിലേക്ക് ആവശ്യമാണ്. കാരണം മന്തിഖിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട രണ്ടാമത്തെ രൂപത്തിലാണല്ലോ. ഒന്ന് തസവൂറിലേക്ക് ചേർക്കുന്ന ഒന്ന്, മറ്റൊന്ന് തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്ന്. ഇതാണല്ലോ മെയിനായിട്ട്. തന്നെയല്ല വേറൊരു വിഷയമുണ്ട് അവിടെ. കാരണം മന്തിഖിന്റെ പിന്നെ ഈ അതായത് പിന്നെ മൗദൂ എന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ. അതായത് മജ്ഹൂൽ തസവൂരിയിലേക്ക് ചേർക്കുന്ന മാലൂമു തസവൂരിയും മജ്ഹൂൽ തസ്ദീഖാത്തിലേക്ക് ചേർക്കുന്ന മാലൂമു തസ്ദീഖാത്തും ആണല്ലോ ഏത് ഈ മന്തിഖിന്റെ മൗദൂ എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ അതടിസ്ഥാനത്തില് അതായത് തസവൂറിലേക്ക് ചേർക്കുന്ന ഒന്ന്, മറ്റൊന്ന് തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്ന്, അതിനങ്ങനെ ബയാൻ ചെയ്യലാണ്. അതോടുകൂടെ ഇപ്പൊ കീഴക്കാരൻ പറഞ്ഞതുപോലെ വലൂലം യുഖസ്സിമിൽ ഇൽമ, ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇൽമിനെ തഖ്സീമാക്കിയില്ല. അവലൻ അതായത് ആദ്യമായി തഖ്സീമാക്കിയില്ല. അങ്ങോട്ട് തസവൂറിലേക്കും തസ്ദീഖിലേക്കും അംശയമാക്കിയില്ല എന്ന് വെക്കുക. അങ്ങനെ തസവൂറിലേക്കും തസ്ദീഖിലേക്കും അംശയമായിട്ടില്ല എന്ന് വെക്കുമ്പോ എന്താ വിഷയം വരിക? ഫലം യുബയ്യിൻ, അതോടുകൂടെ
മുസന്നിഫ് റഹ്മത്തുള്ളാഹി വെളിവാക്കിയതുമില്ല. എന്ത് വെളിവാക്കിയില്ല? അന്നബി കുല്ലി വാഹിദിൻ മിന്നുമാ, ഈ തസവ്വുർ തസ്ദീഖിൽ നിന്നല്ല ഓരോന്നിലും എന്തുണ്ട്? ദറൂരിയും നദിരിയും ഉണ്ട് എന്നും ഇവിടെ വെളിവാക്കിയിട്ടില്ല എങ്കില്, അതുപോലെ ഇൽമിനെ ഈ തസവ്വുറിലേക്കും തസ്ദീഖ് അംശയിച്ചിട്ടില്ലെങ്കിലും എന്തായില്ല, എങ്ങനത്തെ നദിജിയാണ്? യുംകിനു സൗകര്യം പോകുന്നതാണ്, ഇക്തിസാബുഹു എന്ന ദറൂരിയിൽ നിന്ന് അതിനെ കസ്ബ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം. അങ്ങനെ വെക്കുമ്പോ അങ്ങനെ തക്സീമാക്കിയിട്ടില്ലെങ്കിൽ ജാസാബ ജായിസാവും. എന്ത് ജായിസാവും? അയ്യക്കോല തസവ്വുറാത്ത് മസലൻ ബി അസിരിയ, എല്ലാ തസവ്വുറാത്തും ഏതാവേണ്ടി വരും? ദറൂരിയാവേണ്ടി വരും. അപ്പൊ എല്ലാ തസവ്വുറാത്തും എന്തായി? ദറൂരിയായി കഴിഞ്ഞാലോ ഫലാഹാജത്തായി. ഇതൊന്നും അപ്പൊ അവിടെ ആവശ്യമില്ലല്ലോ. ഇത് മൂസിലിയിലെ തസവ്വുറിലേക്ക് ചേർക്കുന്ന വേറൊന്നും ആവശ്യം അവിടെ ഇല്ലല്ലോ. കാരണം ഒക്കെ എന്താണ്? ദറൂരിയല്ലേ. ദറൂരിയാകുമ്പോ പിന്നെ ദലീലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ദറൂരിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ, ദലീലിന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അതാണ്. അതോടൊപ്പം ജാസായിത വീണ്ടും ജായിസാവും. അയ്യക്കോന തസ്ദീഖാത്തു ബി അസിരിയ ദറൂരിയ, അതേപോലെ തസ്ദീഖാത്ത് മുഴുവൻ ദറൂരിയാകുക എന്നുള്ള വിഷയം വരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാലോ ഫലാഹാജത്തയില മൂസില തസ്ദീഖ്, കാരണം തസ്ദീഖിലേക്ക് ചേർക്കുന്നതായ മൂസിലിലേക്ക് ആവശ്യമാകുക എന്നുള്ള വിഷയം അവിടെ വരൂല. അപ്പൊ സത്യത്തിൽ പറഞ്ഞ മൗദൂവിനെ തൊട്ട് പിന്നെ അതായത് ഒരു മന്തിക്കിന്റെ മൗദൂ, ആ മന്തിക്കിന്റെ മൗദൂവിനെ തൊട്ട് പുറംതിരിയ എന്നുള്ള വിഷയം അവിടെ വരുന്നുണ്ട്. കാരണം മന്തിക്കിന്റെ മൗദൂ എന്ന് പറഞ്ഞാല് ഈ മാലൂമാത്ത് തസ്ദീഖയും മാലൂമാത്ത് തസവ്വുരിയാണല്ലോ, ഏതിലേക്ക് ചേർക്കുന്ന? മജ്ഹൂലുകളിലേക്ക് ചേർക്കുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലായസുബുത്തുൽ ഇഹ്തിയാജു, അപ്പൊ അവിടെ ഇഹ്തിയാജ് എന്നുള്ളത് സ്ഥിരപ്പെടുകയില്ല. ഇലാ ജുസിയൽ മന്തിക്കിന്റെ 2 ജുസിയിലേക്ക് മാൻ കൂടെ. കാരണം ഏത് മന്തിക്കായാലും മന്തിക്ക് 2 ജുസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ 2 ജുസിയിലേക്ക് അംശയമാകുക എങ്കിൽ ആവശ്യമാകുക എന്നുള്ള കാര്യം എന്ത് ചെയ്യൂല? ഉണ്ടാവൂല. സത്യത്തില് വഖദ് അറബ്തനാ അന്നൽ മഖ്സൂദ ദാലിക, ഈ നേരത്തെ മനസ്സിലാക്കിയല്ലോ നമ്മളെ ഇവിടുത്തെ ഉദ്ദേശം ഈ പറഞ്ഞ പ്രകാരമാണ് എന്ന്. അതാകയാൽ ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമിനെ ആദ്യമായി തസവ്വുറിലേക്കും തസ്ദീഖിലേക്കും അംശയമാക്കിയെങ്കിൽ അതെന്തല്ല, അതൊരു വിഷയമുള്ള കാര്യമല്ല. അത് മക്കാമിനോട് യോജിച്ചത് അങ്ങനെ തന്നെ പറയണം എന്നുള്ളത് തന്നെയാണ്. ഇനി കുതുബിന്റെ ഇബാറത്ത് മത്തിന് ഫൽ ഇൽമു ഇമ്മാ തസവ്വുറും ഫഖത്ത്, അവിടെ ഫഖാല എന്നാണ് ചില കിതാബിലുള്ളത്. ഫഖാല അവിടെ വേണ്ട. അവിടെ ഫൽ ഇൽമു, കാല പറഞ്ഞിട്ട് ഫൽ ഇൽമു അങ്ങനെ ആക്കാം. ഫഖാലന്റെ ആവശ്യം അവിടെ വരുന്നില്ല. മനസ്സിലായ? ഫൽ ഇൽമു എന്നാണ് കിതാബിൽ കാണുന്നത്. കിതാബിലൊക്കെ അവിടെ ഇബാറത്ത് വരുന്നത് എങ്ങനെയാണുള്ളത്? ഫൽ ഇൽമു ഇമ്മാ തസവ്വുറുൻ ഔ തസ്ദീഖുൻ നുസ്ഖകളിലൊക്കെ കാണുന്നത്. ഏതായാലും ഫൽ ഇൽമു ഇൽമാകുന്നത് ഇമ്മാ തസവ്വുറുൻ ഫഖത്ത്, ഒരു പക്ഷേ അത് തസവ്വുറും ഫഖത്ത് തസവ്വുർ മാത്രമായിരിക്കും. ഓഹുവ എന്താണ് ഈ തസവ്വുറും ഫഖത്ത് എന്ന് പറഞ്ഞാൽ? ഓഹുവ ഹുസൂല് സൂറത്തി ഷൈഇ, ഒരു വസ്തുവിന്റെ രൂപം ചെയ്യുക ഹാസിലാകുക. ഒരു വസ്തുവിന്റെ രൂപം ഹാസിലാകുക. ഫിൽ അഖ്ലി, അഖ്ലിൽ ഹാസിലാകുക. ഇതിനൊക്കെയാണ് തസവ്വുറും ഫഖത്ത് എന്ന് പറയാം. അല്ലെങ്കിൽ അത് തസവ്വുറും മഅഹു ഹുക്കുമാവാം. ഏത്? ഇൽമു എന്ന് പറയുന്നത് ഒരു പക്ഷേ തസവ്വുർ മാത്രമാവും, ഹുക്കുമില്ലാത്ത. അല്ലെങ്കിൽ തസവ്വുർ മഅഹു ഹുക്കും, തസവ്വുറാണ് പക്ഷെ അതോടുകൂടി ഏതുണ്ട്? ഹുക്കുമുണ്ട്. അതാണ്. അവന് വേറെ ഓഹുവ എന്ന ഈ ഹുക്കുമ് എന്ന് പറഞ്ഞാലോ ഇസ്നാദു അംരിൻ ഇലാ അംരിൻ ആഖറ, ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിലേക്ക് ചേർക്കുക. ഈജാബ് നൗ സൽബ, ഒരു പക്ഷേ ഈജാബിയായിട്ട് ചേർക്കുക അല്ലെങ്കിൽ സൽബിയായി ചേർക്കുക. അപ്പൊ സൈദും കായിമും സൈദും ജൈസബി കായിമിനൊക്കെ പറയും പോലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മജ്മൂയി. അപ്പൊ ആ മജ്മൂയിനൊക്കെ പേര് പറയപ്പെടും. മജ്മൂ ഏതാ? തസവ്വുറും മഅഹു ഹുക്കും. തസവ്വുറുണ്ട്, ഹുക്കുമുണ്ട്. അപ്പൊ രണ്ടും കൂടി എനിക്ക് തസ്ദീഖ് എന്ന് പറയും. നേരെ മറിച്ചുകൊണ്ട് തസവ്വുർ മാത്രമല്ലതിനോ തസവ്വുർ മാത്രമല്ലതിനക്ക് തസവ്വുർ എന്ന് പറയും. അതായത് വേറൊന്നില്ലല്ലോ അവിടെ. അപ്പൊ അതുകൊണ്ട് അക്കൂലി ഞാൻ പറയുന്നു അൽ ഇൽമു ഇമ്മാ തസവ്വുറും ഫഖത്ത്. ഇൽമു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തസവ്വുർ ഫഖത്താണ്. എന്താ തസവ്വുർ ഫഖത്ത്? തസവ്വുറും ലാ ഹുക്കുമഅഹു, അതാണ്.
തസവൂറാണ്. പക്ഷെ എന്തില്ല, ലാ ഹുക്കുമാകോ, കൂടെ ഹുക്കുമുണ്ടാവില്ല, ഹുക്കുമില്ലാത്ത തസവൂറ്. വയുക്കാലോ, ആ പറഞ്ഞതായ ഏത് ഹുക്കുമില്ലാത്ത തസവൂറിനെ സംബന്ധിച്ച് പറയപ്പെടാം എന്തെന്ന്, ആ തസവൂറ് സാധജോ, അങ്ങനെയുണ്ട്. തസവൂറ് സാധജായ തസവൂറ് എന്ന് പേര് പറയപ്പെടും. ഏതുപോലെ ഉദാഹരണം, തസവൂരിനൽ ഇൻസാന, നമ്മൾ ഇൻസാനെ തസവൂറാക്കും പോലെ, തസവൂരിനൽ ഇൻസാന, ഇൻസാനിനെ നമ്മൾ എന്ത് ചെയ്യുക, തസവൂറാക്ക. ഇൻസാനിനെ നമ്മൾ തസവൂറാക്കും പോലെ. എങ്ങനെ തസവൂറാക്ക? മിൻ ഗൈരി ഹുക്മിൻ അലൈഹി, ആ പറഞ്ഞതായ അതിന്റെ മേലില് ഒരു ഹുക്കുമും ചെയ്യാത്തതായ രൂപത്തിൽ. ഏതുകൊണ്ട് ഹുക്കും ചെയ്യില്ല? അതായത് നബിയിൻ, ഒരുപക്ഷെ നബി കൊണ്ട് ഹുക്കുമില്ല, അല്ലെങ്കിൽ ഇസ്ബാത്തിൻ, ഇസ്ബാത്ത് കൊണ്ട് ഹുക്കുമില്ല. അപ്പൊ നബി കൊണ്ടും ഇസ്ബാത്ത് കൊണ്ടും ഒന്നും ഹുക്കുമില്ലാത്ത രൂപത്തില് ഇൻസാനിനെ നമ്മൾ എന്ത് ചെയ്യുക, തസവൂറാക്ക. ഒന്നുമില്ല, ഒരു ഇൻസാനെ മാത്രം തസവൂറാക്ക. അതായത് ഒരു പ്രത്യേകമായ മംഫിയായ ഹുക്കുമോ അല്ലെങ്കിൽ മുസ്ബത്തായ ഹുക്കുമോ ഒന്നുമില്ല. വൈമ്മ തസവൂറും മാഹു ഹുക്കുമുൻ, ഒരു പക്ഷെ ഹുക്കുമോട് കൂടിയുള്ള തസവൂറാവാം, ഹുക്കുമോട് കൂടിയുള്ളതായ തസവൂറാവാം. അപ്പോൾ വയുക്കാലു മജ്മൂഇ തസ്ദീഖ്. അപ്പൊ എന്താ, മജ്മൂഇനെ സംബന്ധിച്ച് എന്തെന്ന് പേര് പറയപ്പെടും, തസ്ദീഖ് എന്ന് പറയും. ഏതുപോലെ ഉദാഹരണം, കമായിദാ തസവ്വർന, നമ്മൾ തസവൂറാക്കിയാലുള്ളത് പോലെ. എന്ത് തസവൂറാക്കി? അൽ ഇൻസാന, ഇൻസാൻ തസവൂറാക്കി. എന്നിട്ട് വാക്കംന അലൈഹി, ആ വാക്കംന, നമ്മൾ ഹുക്കും ചെയ്യുകയും ചെയ്തു. അലൈഹി, ആ ഇൻസാനെ സംബന്ധിച്ച് നമ്മൾ ഹുക്കും ചെയ്തു. എന്താണ് ഹുക്കും ചെയ്തത്? ഇൻസാനെ സംബന്ധിച്ച് നമ്മൾ ഹുക്കും ചെയ്തു. എന്താണ് ഇൻസാനെ സംബന്ധിച്ച് നമ്മൾ ഹുക്കും ചെയ്തത്? ബി അന്നഹു കാത്തിബുൻ, അതായത് ഇൻസാന് എന്നുള്ള എന്താണ്, കാത്തിബാണ്. ഇൻസാനിനെ സംബന്ധിച്ച് നമ്മൾ ഹുക്കും ചെയ്തു കാത്തിബാണെന്ന്. അല്ലെങ്കിൽ ചെയ്ത് ഔ ചെയ്ത് ബി കാത്തിബിൻ, ചെയ്ത് കാത്തിബല്ല എന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോൾ എന്തായി, തസവൂർ ഫക്കത്ത് ഒന്ന് വേറെ, തസവൂർ മാഹു ഹുക്കും ഒന്ന് വേറെ. അപ്പൊ രണ്ടും രണ്ട് രൂപമായി. അപ്പൊ ഇനി വേറെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അമ്മ തസവൂർ. അപ്പൊ ഈ തസവൂർ എന്ന് പറഞ്ഞാൽ ഉസൂൽ സൂറത്തി ഷൈഫിൽ അഖ്ലി, അതാണ് അതിന്റെ മാന. കാരണം തസവൂർ എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ രൂപം ബുദ്ധിയിൽ കരസ്ഥമാകുക. ബുദ്ധിയിൽ എന്ത് ചെയ്യാം, അതായത് ഒരു വസ്തുവിന്റെ രൂപം കരസ്ഥമാകുക. ഇതിനേക്കാണ് എന്തെന്ന് പേര് പറയുക, തസവൂർ എന്നെന്ത് ചെയ്യല് പേര് പറയുക. എന്നാൽ ഇപ്പൊ ലൈസ മാന തസവൂരിനൽ ഇൻസാന എന്നാൽ നമ്മൾ ഇൻസാനെ തസവൂറാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മാനയല്ല. ഇപ്പൊ ലൈസ മാന തസവൂരിനൽ ഇൻസാന, ഇൻസാന് നമ്മൾ തസവൂറാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മാനയല്ല. ഇല്ലാൻ തർത്തസിമ സൂറത്തും മിൻഹോ, കണ്ട, ആ ഇൻസാനിൽപ്പെട്ട സൂറത്ത് അവിടെ പതിയ. എവിടെ പതിയ? അക്കലില് പതിയ. ഇൻസാനിൽ നിന്നുള്ളതായ ഒരു സൂറത്ത് എവിടെ പതിയ? അക്കലില് പതിയ. എന്നിട്ടോ ബിഹാ, ആ സൂറത്ത് കാരണമായിട്ട്, ഏത് ഇപ്പൊ ഇൻസാനിൽ നിന്ന് ഹൃദയത്തിലേക്ക് അതായത് പതിഞ്ഞതായ ആ രൂപം ഉണ്ടാവില്ല സൂറത്ത്, ആ സൂറത്ത് കാരണമായിട്ട് യംതാസുൽ ഇൻസാനു മിൻ ഗൈരിഹി, മനുഷ്യൻ ഇൻസാന് എന്നുള്ളത് ഇൻസാൻ അല്ലാത്തതിനെ തൊട്ട് എന്ത് ചെയ്യും? വേർതിരിയും. ഇൻസാൻ അല്ലാത്തതായ ഗൈറത്തോട്ട് വേർതിരിയും അക്കില്. ഏതുപോലെ? ഉദാഹരണം ഏതുപോലെ? കമാ തസ്ബുതു സൂറത്തു ഷൈ, ഒരു വസ്തുവിന്റെ രൂപം സ്ഥിരപ്പെടുമ്പോൾ. എവിടെ? മിറാത്തി, കണ്ണാടിയിൽ. ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ കണ്ണാടിയിൽ വെച്ച് നോക്കിയാൽ ആ വസ്തുവിന് കണ്ണാടി കണ്ടൂടെ? ആ വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാ? കണ്ണാടിയിലേക്ക് സ്ഥിരപ്പെടുമല്ലോ. കമാ തസ്ബുതു സൂറത്തു ഷൈ ബിൽ മിറാത്തി, അല്ലേ? പറയൂലേ? പക്ഷെ ഇല്ല അന്നൽ മിറാത്ത, എങ്കിലും ആ കണ്ണാടിയാകുന്നത് ലാ തസ്ബുതു ബിയ, ആ കണ്ണാടിയിൽ സുബൂത്താകുന്നില്ല. എന്തല്ലാതെ സുബൂത്താകുന്നില്ല? ഇല്ലാ മിസ്ലു മഹസൂസാത്തി, ആ മഹസൂസാത്തിന്റെ രൂപങ്ങളല്ലാതെ, അല്ലേ? മഹസൂസാത്തിന്റെ രൂപങ്ങൾ മാത്രമാണ് അവിടെ എന്താകുന്നത്? അവിടെ കരസ്ഥമാകുന്നത്. വേറൊന്നും കരസ്ഥാകുന്നില്ല. അതോടുകൂടി നഫ്സാകുന്നത് ഹൃദയം. മിർആത്തുൻ, അത് കണ്ണാടിയാണ്.
അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പം ഹൃദയത്തിനൊരു കണ്ണാടിയാക്കി. ആ കണ്ണാടിയാകുന്ന ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും രൂപങ്ങൾ ഇങ്ങനെ പതിയുന്നു. ഏത് രൂപത്തില്? തന്തബിയുഫിഹാ, അതിലിങ്ങനെ പതിഞ്ഞുകൊണ്ടേയിരിക്കും. മിഥിലുൽ മഴക്കൂലാത്ത്, മഴക്കൂലാത്ത് പോലോത്ത നമ്മൾ കാണുന്ന മിഥില് മഴക്കൂലാത്തുണ്ടല്ലോ, ആ മഴക്കൂലാത്തും മഴസൂസാത്തും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏത് ചെയ്യും? അതായത് ആ ഹൃദയത്തിലേക്ക്, ആ നഫ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് സത്യത്തിൽ എന്തായി? ഈ നഫ്സ് എന്നുള്ളത് ഒരു കണ്ണാടി പോലെയായി. കണ്ണാടിന്റെ ഉള്ളിലേക്ക് പല വസ്തുക്കളും പതിയല്ലോ. അതേ രൂപത്തിൽ എന്ത് ചെയ്യും? അതായത് നഫ്സിന്റെ ഉള്ളിലേക്ക് ഒരു വസ്തുവിന്റെ സൂറത്ത് എന്ത് ചെയ്യും? ഹുക്കുമില്ലാത്ത രൂപത്തിലൂടെ സുബൂത്താവും, പതിയും. എന്നാല് കൗലുഹു, ഇത് അടിസ്ഥാനത്തിൽ വെക്കുമ്പോ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗല്. കൗലുഹു, അപ്പൊ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗല് എന്താണ്? മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗല് മുസന്നിഫ് എന്താ പറഞ്ഞത്? സൂറത്തി ഷൈഇൽ അഖ്ലി എന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞില്ലേ? അതായത് സൂറത്തി ഷൈഇൽ അഖ്ലി എന്ന് പറഞ്ഞ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൗല്. ആ കൗലാകുന്നത് ഇഷാറത്തിൽ, അത് സൂചിപ്പിക്കാം. എങ്ങോട്ടാ സൂചിപ്പിക്കുക? ഇതാ താരീഫ് മുത്തലഖ് തസവ്വൂർ. അവിടെ മുത്തലഖ് തസവ്വൂരിന്റെ താരീഫിലേക്കാണ് അവിടെ. ഏത്? ഇവിടെ പറഞ്ഞില്ല, ഇൽമു എന്ന് പറഞ്ഞാൽ തസവ്വൂറും ഫഖത്താണ്. തസവ്വൂറും ഫഖത്ത് എന്ന് പറഞ്ഞാൽ ഉസൂൽ സൂറത്തി ഷൈഇൽ അഖ്ലി. എന്നാൽ ഈ തസവ്വൂറും ഫഖത്തിന്റെ മാന അല്ല സത്യത്തിലേത്? ഉസൂൽ സൂറത്തി ഷൈഇൽ അഖ്ലി, താരീഫല്ല. പിന്നെയോ ആ താരീഫ് സത്യത്തിൽ ഏതാണ്? മുത്തലക്കായ തസവ്വൂറിന്റെ താരീഫാണ്. മുത്തലക്കായ തസവ്വൂറിന്റെ എന്താണ്? താരീഫാണ്. പിന്നെ എന്തല്ല തസവ്വൂർ ഫഖത്ത്. കാരണം തസവ്വൂർ ഫഖത്ത് നമ്മൾ ഹുക്കുമുണ്ടല്ലോ. ഫഖത്ത് എന്ന് പറഞ്ഞത് ഹുക്കും അവിടെ ഉണ്ട്. മുഖയ്യതാണത്. ഹുക്കുമില്ല എന്നത് കൊണ്ടിട്ട് കൈത് കൊടുക്കപ്പെട്ടതാണ്. അപ്പൊ ഇത് മുത്തലക്കിൽ പെടൂല. ഏത്? ഈ തസവ്വൂറും ഫഖത്ത് എന്ന് പറഞ്ഞത് ഒരിക്കലും മുത്തലക്കിൽ പെടൂല. സത്യത്തിൽ പറഞ്ഞാൽ അപ്പൊ അതിന്റെ പിന്നെ അതിലേക്ക് ഈ ഹുവ എന്നുള്ള ദമീറിനെ മറക്കാൻ പറ്റൂല. അപ്പൊ എന്തായി? അഖലില് ഒരു വസ്തുവിന്റെ സൂറത്ത് കരസ്ഥമാവുക, അല്ലെങ്കിൽ അത് തസവ്വൂറുമായ ഹുക്കുമാണ്. അതൊരിക്കലും ശരിയാവൂല. കാരണം എന്താ? ഈ തസവ്വൂറും ഫഖത്ത് എന്നുള്ളത് മുഖയ്യതാണ്, അത് മുത്തലക്കല്ല. അപ്പൊ അതിന്റെ താരീഫായിട്ട് ഒരിക്കലും ഏത് ഉദ്ദേശിക്കാൻ പറ്റൂല? സൂറത്തി ഷൈഇൽ അഖ്ലി എന്നുള്ളത് ഉദ്ദേശിക്കാൻ പറ്റൂല. എന്താ കാരണം? അല്ലോ തീർച്ചയായിട്ടും കാര്യം. തീർച്ചയായിട്ടും കാര്യം. എന്താ കാര്യം? എന്തേ പറഞ്ഞത്? ഹുവ എന്ന് പറഞ്ഞതിന്റെ ദമീർ തസവ്വൂറും ഫഖത്തിലേക്കല്ല ദമീർ മറങ്ങുന്നത്. തസവ്വൂറും ഫഖത്തിലേക്കല്ല ദമീർ മറങ്ങുന്നത്. പിന്നെ ഏതിലേക്കാ ദമീർ മറങ്ങുന്നത്? മുത്തലഖു തസവ്വൂറിലേക്കാ ദമീർ മറങ്ങുന്നത്, തസവ്വൂറും ഫഖത്തിലേക്കല്ല. അവര് മുത്തലഖു തസവ്വൂർ നമ്മളവിടെ ഏറ്റിബാർ ചെയ്തിട്ട് അതിലേക്കാണ് ഓന്റെ ദമീർ മറങ്ങുന്നത്. അതവന് അന്നോ തീർച്ചയായിട്ടും മുസന്നിഫ് ലമ്മ ദക്കറ തസവ്വുറ ഫഖത്ത്. ഈ തസവ്വൂർ ഫഖത്ത് എന്ന് പറഞ്ഞ ലഫ്ള് നമ്മുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ. അവ ന്യായീകരണം പറയാം എന്തെന്ന്? അതായത് വഹുവ എന്ന് പറഞ്ഞതിന്റെ മർജിഇലൈഹി തസവ്വൂർ മുത്തലക്കിലേക്കാണ് മറങ്ങുന്നത് എന്നാ പറഞ്ഞത്. ഇവിടെ തസവ്വൂർ മുത്തലക്കിനെ പറഞ്ഞിക്കണോ? ഇല്ല. ഇവിടെ പറഞ്ഞത് ഏതാണ്? തസവ്വൂറും ഫഖത്താ പറഞ്ഞത്. ഇവിടെ തസവ്വൂർ മുഖയ്യതായ തസവ്വൂർ ഹുക്കുമില്ല എന്നത് കൊണ്ടുള്ള മുഖയ്യതായ തസവ്വൂറാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ വിഷയമുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കല്ലോ. അപ്പൊ ഈ തസവ്വൂറും ഫഖത്ത് എന്നുള്ള മുഖയ്യതായി. മുഖയ്യതുള്ളവർക്കൊക്കെ ഏതുണ്ടാവും? മുത്തലക്കുണ്ടാവും. അവിടെ വിഷയം. മുത്തലക്ക് മുഖയ്യത് എവിടെ ഉണ്ടോ അവിടെ മുത്തലക്കുണ്ട്. നേരെ മറ്റേ മുത്തലക്കുള്ളവർക്കൊക്കെ ഏതുണ്ടായിക്കൊള്ളുന്നില്ല? മുഖയ്യത് ഉണ്ടായിക്കൊള്ളുന്നില്ല. മുഖയ്യതുള്ളവർക്ക് മുത്തലക്കുണ്ടാവും. അതാണ്. അവൻ നമ്മ തസവ്വൂർ ഫഖത്ത് എന്നുള്ള ലഫ്ളിനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞപ്പം ഫഖദ് ദക്കറ അംറൈനി, അവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി രണ്ട് കാര്യം പറഞ്ഞു.
മുസന്നിഫ് റഹ്മത്തുള്ളാഹി രണ്ട് വിഷയം അവിടെ പറഞ്ഞു. എന്താ രണ്ട് വിഷയം പറഞ്ഞത്? ഒന്നാമത്തത് തസവ്വുർ മുതലക്കിന്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ തസവ്വുറും പക്കത്ത് പറഞ്ഞെങ്കിൽ അവിടെ തസവ്വുർ മുതലക്ക് ഉണ്ട്. എന്താ കാരണം? ഈ അന്നൽ മുഖയ്യത, തീർച്ചയായിട്ടും മുഖയ്യത്. ഏതാ മുഖയ്യത്? ഏതാണ്? തസവ്വുറും പക്കത്ത്. ഈ തസവ്വുറും പക്കത്ത് മുഖയ്യതാണ്. കാരണം മുഖയ്യത് ഉള്ളവർക്ക് ഏതുണ്ടാവും? മുതലക്ക് ഉണ്ടാവും. അതാണ് കാരണം. ഈ അന്നൽ മുഖയ്യത, തീർച്ചയായിട്ടും മുഖയ്യത് എന്ന് പറഞ്ഞത് മുഖയ്യതാണ് തസവ്വുർ മുതലക്ക്, തസവ്വുറും പക്കത്ത്. അപ്പൊ ആ പറഞ്ഞതായ മുഖയ്യതാണ് തസവ്വുറും പക്കത്ത്, തസവ്വുർ മുതലക്കല്ല, തസവ്വുറും പക്കത്ത്. അപ്പൊ ഈ അന്നൽ മുഖയ്യത, ഒരു മുഖയ്യത് ഇതാക്കാന മദ്കൂറൻ, അത് പറയപ്പെട്ടാൽ, ഇത് മുഖയ്യതിന് പറയപ്പെട്ടാൽ കാനൽ മുത്തലക്കു മദ്കൂറൻ ബിൽ ദറൂറത്ത്, ഇതാണല്ലോ. കാരണം ദറൂറത്ത് കൊണ്ട് മുത്തലക്കു അവിടെ എന്താവും? പറയപ്പെട്ടതാവും. ആ മുത്തലക്ക് അവിടെ ഉണ്ടാവും. കാരണം മുത്തലക്കില്ലാതെ മുഖയ്യത് ഉണ്ടാവില്ലല്ലോ. മുത്തലക്കിൽ കൈത് ഉണ്ടാവുമ്പോഴാണല്ലോ മുഖയ്യത് ഉണ്ടായി തീരുന്നത്. അപ്പൊ അതാണ് രണ്ട് പല കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ എന്തേ പറഞ്ഞത്? മുസ്ലിം റഹ്മത്തുള്ളാഹി രണ്ട് കാര്യം പറഞ്ഞു. അതിൽ ഒരു കാര്യം അപ്പൊ നമ്മൾ പറഞ്ഞത് എന്ത്? ഒരു കാര്യം പറഞ്ഞു. ഇനി ബതാനീഹിമ, ഇനി മുസ്ലിം പറഞ്ഞ രണ്ട് വിഷയങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം. മുസ്ലിം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം അത്തസവ്വുർ ഫഖത്ത്. തസവ്വുർ ഫഖത്താണ്. തസവ്വുർ ഫഖത്ത് മുസ്ലിം റഹ്മത്തുള്ളാഹി തസവ്വുർ ഫഖത്തിനെ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എങ്ങനത്തെ തസവ്വുർ ഫഖത്താണ്? അതാണ് സത്യത്തിൽ പറഞ്ഞാല് തസവ്വുർ സാധജി. തസവ്വുർ സാധജി എന്ന് പറഞ്ഞാല് തസവ്വുർ ഫഖത്താണ്. തസവ്വുർ സാധജി എന്നാൽ അതിന്റെ മാനം എന്താണ്? ഹുക്കുമില്ലാത്തതെന്ന്. തസവ്വുറിനാല് വധമുൽ ഹുക്കുമോട് കൈത് കൊടുക്കപ്പെട്ടത്, ഹുക്കുമില്ല എന്നതുകൊണ്ട് കൈത് കൊടുക്കപ്പെട്ടത്. അതാണ് ഇവിടെ പറഞ്ഞു എന്തെന്ന്? രണ്ടാമത്തെ തസവ്വുറും ഫഖത്താണ്. തസവ്വുറും ഫഖത്ത് എന്ന് പറഞ്ഞാല് തസവ്വുർ സാധജി. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ എന്ന് ഈ പറഞ്ഞ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ പതാലിക്ക ദമീർ. അപ്പൊ ഈ എന്ന് പറഞ്ഞതായ ദമീർ ഈ എന്ന് പറഞ്ഞതായ ദമീർ ഇമ്മയൂദ, ഒരു പക്ഷെ അത് മടങ്ങും. എങ്ങോട്ട് മടങ്ങും? ഇതാ മുതലക്ക് തസവ്വുർ, മുതലക്ക് തസവ്വുറിലേക്ക് എന്ത് ചെയ്യും? മടങ്ങുമെന്ന്. ഇതാ മുതലക്ക് തസവ്വുർ, മുതലക്ക് തസവ്വുറിലേക്ക് എന്ത് ചെയ്യും? ദമീർ മടങ്ങും. അല്ലെങ്കിൽ ഇതാ തസവ്വുർ ഫഖത്ത്, തസവ്വുർ ഫഖത്തിലേക്ക് മടങ്ങും. അല്ലേ? രണ്ടിലേക്കും ദമീർ മറക്കല്ലോ. പക്ഷെ ചിന്തിക്കാണ്ട്. എന്താ ചിന്തിക്കാന്? വലാ ജായിസൻ യഊദ ഇലാ തസവ്വുരി ഫഖത്ത്. വലാ വിഷയം. തസവ്വുർ ഫഖത്തിലേക്ക് എന്നുള്ള ദമീർ മറക്കാൻ പറ്റൂല. തസവ്വുർ ഫഖത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ദമീർ മറക്കാൻ പറ്റൂല. കാരണം എന്താ? എന്ന് പറഞ്ഞ ഉസൂദ് സൂറത്ത് ഷൈഇ ഇൻദൽ അഖ്ലീന. ഉസൂദ് സൂറത്ത് ഷൈഇ ഇൻദൽ അഖ്ലീനാണ്. അതിന് കാരണം എന്താ? ഈ സദക്കി ഉസൂദ് സൂറത്ത് ഷൈഇ ഫിൽ അഖ്ലി. അതായത് ഉസൂദ് സൂറത്ത് ഷൈഇ ഫിൽ അഖ്ലി എന്നുള്ളത് പറയാൻ പറ്റും. ഇതിന്റെ മേല് അല തസവ്വുരില്ലദീ മഅഹു ഹുക്മുൻ, ഹുക്മുള്ളതായ തസവ്വുറിനെ സംബന്ധിച്ച് ഉസൂദ് സൂറത്ത് ഷൈഇ ഫിൽ അഖ്ലീന് എന്ത് ചെയ്യാ? പറയാൻ പറ്റും. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഈ പറഞ്ഞ ഉസൂദ് സൂറത്ത് ഷൈഇ ഇൻദൽ അഖ്ലി എന്നുള്ളത് ഈ തസവ്വുർ ഫഖത്തിന്റെ താരീഫ് ആവാൻ, തസവ്വുറും ഫഖത്തിന്റെ താരീഫ് ആവാൻ ഒരിക്കലും പാടില്ല. ഈ തസവ്വുറും ഫഖത്തിലേക്ക് ദമീർ മടങ്ങാൻ പറ്റൂല. പറഞ്ഞു മനസ്സിലായ? ദമീർ മടങ്ങാൻ പറ്റൂല. അതാണ് ഇത് സ്ഥിതിക്ക് ഉസൂദ് സൂറത്ത് ഷൈഇ ഫിൽ അഖ്ലി തസവ്വുരില്ലദീ മഅഹു ഹുക്മുൻ. തസവ്വുറില്ല, അതായത് മഅഹു ഹുക്മോട് കൂടിയുള്ള, മഅഹു ഹുക്മോട് കൂടിയിട്ടുള്ള തസവ്വുർ. പറഞ്ഞു മനസ്സിലായ? ആ തസവ്വുറിന്റെ മേല് ഏത് വരാൻ പറ്റും? അതായത് ഒരു വസ്തുവിന്റെ രൂപം ഹൃദയത്തിൽ കരസ്ഥമാകുക എന്നുള്ളത് പറയാൻ പറ്റും. ഇനി ഫലൗകാന, ഇനി ഉസൂദ് സൂറത്ത് ഷൈഇ ഫിൽ അഖ്ലി എന്നുള്ളതായി നോക്കുക. തരീഫതി തസവ്വുരി ഫഖത്ത്,
അതായത് തസവ്വുർ പക്കത്തിന്റെ തരീഫാണെന്ന് വെക്കുക. തസവ്വുർ പക്കത്തിന്റെ തരീഫാണ് എന്ന് വെക്കുക. കാരണം എന്താ? അങ്ങനെ വെച്ചാൽ ലം യകുൻ മാനിയ, ഈ തരീഫ് മാനിയാവൂല. കാരണം എന്താ? ഇത് ഓലിയ വൈദ്യബിഹി, കാരണം ഈ പറഞ്ഞ തസവ്വുറും പക്കത്തിന്റെ പക്കത്തല്ലാത്തത് ഈ പറഞ്ഞ തരീഫിൽ എന്തുണ്ട്? ദാഖിലാകുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായ? ദാഖിലാകുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ തസവ്വുറും പക്കത്തിന്റെ തരീഫായിട്ട് ഉസൂല് സൂറത്തി ചെയ്യ് ഫിൽ അക്ലി എന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഉസൂല് സൂറത്തി ചെയ്യ് ഫിൽ അക്ലി തസവ്വുർ പക്കത്തിനും തരീഫാക്കാം. അതോടുകൂടെ പിന്നെ ഏതിനും പറ്റും, അത് തസവ്വുർ മഅഹൂക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്? വേറെ വയറ് ഇതിലേക്ക് വരുന്നതിനെ തൊട്ട് തടയൂല. അപ്പൊ തരീഫ് ബാധിയാവൂല, തരീഫ് എന്താവൂല? മാനിയാവൂല. അതാണ്. അപ്പൊ തരീഫ് മാനിയാവാത്ത സാഹചര്യം വന്നാലോ ഫതഅയ്യന, അപ്പൊ നിജമായി അയ്യഊദ ദമീർ ഇലാ മുത്ലഖി തസവ്വുരി. അതായത് ഈ ദമീർ ഹുവ എന്നുള്ള ദമീർ എങ്ങോട്ട് മടങ്ങും? മുത്ലഖു തസവ്വുറിലേക്ക് മടങ്ങും. പിന്നെ ഏതിലേക്ക് മടങ്ങൂല? തസവ്വുറും പക്കത്തിലേക്ക് എന്ത് ചെയ്യൂല? ദമീർ മടങ്ങും. തസവ്വുർ മുത്ലഖിലേക്കാണ് ദമീർ മടങ്ങുക. പിന്നെ എങ്ങോട്ട് ദമീർ മടങ്ങൂല? തസവ്വുർ പക്കത്തിലേക്ക് ദമീർ എന്ത് ചെയ്യാൻ പറ്റൂല? മടങ്ങാൻ പറ്റൂല. കാരണം ദമീർ മടങ്ങിയാൽ തരീഫ് മാജിയാവൂല എന്നുള്ള പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസൂല് സൂറത്തി ജയ്ബിൽ അഖ്ലി, ഉസൂല് സൂറത്തി ജയ്ബിൽ അഖ്ലി എന്ന് പറഞ്ഞതായ അത് ആവും. എന്തായി മാറും? തരീഫല്ലഹോ, തസവ്വുർ മുത്ലഖിന്റെ തരീഫാണ്, വേറെ ഒന്നിന്റെയും തരീഫല്ല. ബസ് ഫഖത്ത് വലില്ലാഹിൽ ഹംദ്.